ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 60,000-ത്തിലധികം തീർത്ഥാടകർ ഇന്ന് ഇതുവരെ ദർശനം നടത്തി. രാവിലെ ശരംകുത്തി വരെ തീർത്ഥാടകരുടെ വരി നീണ്ടിരുന്നു. സന്നിധാനത്ത് നിന്നും ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, പുതുവർഷമായതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ അവിടേക്ക് രാവിലെ തന്നെ കൂടുതലായി ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വൈകുന്നേരമാകുമ്പോൾ, സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ എത്രമാത്രം ഭക്തരാണ് എത്തുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് രാവിലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം 6 മണി വരെ ഏകദേശം 60,000-ത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാളികപ്പുറത്താണ്. മാളികപ്പുറത്തെ തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കിലേക്ക് സന്നിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തീർത്ഥാടകരുടെ നിര അതങ്ങ് ശരംകുത്തി വരെ നീളുന്നൊരു കാഴ്ചയും ഉച്ചയോടുകൂടിയൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഇപ്പോഴും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് തീർത്ഥാടകരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ മുന്നോട്ട് മല കയറി പൊയ്ക്കൊണ്ടിരിക്കാൻ തീർത്ഥാടകർക്ക് സാധിക്കുന്നില്ല. പല ഭാഗങ്ങളിലും തീർത്ഥാടകരെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സന്നിധാനത്തെ തിരക്ക് കുറയുന്നതനുസരിച്ചാണ് ശരംകുത്തി മുതൽ ഇങ്ങോട്ട് തീർത്ഥാടകരെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ദിവസം മാത്രം 1,00,000-ത്തിലധികം തീർത്ഥാടകർ, 1,483-ഓളം തീർത്ഥാടകർ ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ ഏറ്റവും കൂടുതൽ പേർ തീർത്ഥാടനം നടത്തിയിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെ. ഇന്നും സമാനമായി തന്നെ സംഖ്യ അത്രത്തോളം തന്നെ, ഏകദേശം 1,00,000-ഓളം തീർത്ഥാടകർ നടയടയ്ക്കുന്ന സമയം വരെ ദർശനം നടത്തിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിൽ ഈ കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർക്ക് നേരത്തെ അനുവദിച്ചിരുന്ന സ്പെഷ്യൽ പാസ് നിർത്തലാക്കിയിട്ടുണ്ട്. ഒപ്പം വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കൂടി വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്.